ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് STRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പഴയ ടെക്സ്റ്റാണ്. അതിൽ 3ാമത്തെ ചാപ്റ്ററാണ് മാനത്തെ നിഴൽക്കാഴ്ചകൾ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പാഠഭാഗത്ത് ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പ്രകാശപൂരിതമായ ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. വെളിച്ചമില്ലാത്ത ലോകമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്ര പ്രയാസമേറിയതാണ്. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം കൂടിയേ തീരൂ. നമുക്ക് ചുറ്റും എന്തെല്ലാം മനോഹര കാഴ്ചകളാണുള്ളത്. മനം കവരുന്ന പ്രകൃതി ഭംഗിയും നിറങ്ങളാൽ മനോഹരമായ ഉദയാസ്തമയങ്ങളും ഏഴഴകുള്ള മഴവില്ലുമെല്ലാം. വെളിച്ചമില്ലെങ്കിൽ ഇവ നമുക്ക് കാണാനാകുമോ? പ്രഭാതങ്ങളെ ഏറെ സുന്ദരമാക്കി ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ ആരെയാണ് ആകർഷിക്കാത്തത്? ഇതാ ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ. ഓക്കെ, പുക നിറഞ്ഞ അടുക്കളയിൽ ഓടിന്റെ വിടവിലൂടെ സൂര്യവെളിച്ചം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെയും ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. രാത്രിയിൽ ടോർച്ച് തെളിയിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്ന പാത എങ്ങനെയാണ്? വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാവാം? അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. 3 കാർഡുകൾ ചിത്രത്തിലെ പോലെ ക്രമീകരിച്ച് എന്ത് ചെയ്യണം? അതിന് കാർഡിന് എന്താണ് സുഷിരമിട്ട് വെക്കണം. അതിനുശേഷം ഓരോ കാർഡ് നമ്മൾ മാറ്റി മാറ്റി നോക്കണം. ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഓരോ കാർഡും മാറുന്നതിനനുസരിച്ച് എന്താണ് പ്രകാശം നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അത് ഒരേ പാതയിലൂടെ വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പ്രകാശം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, നോക്കിക്കേ, പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും. ടെക്സ്റ്റില് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ചില വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്, ചിലവ പ്രകാശത്തെ കടത്തിവിടുന്നില്ല. ഓക്കെ, ചിലത് എങ്ങനെയാണ്? പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്നുണ്ട്. പ്രകാശത്തെ കടത്തിവിടാതിരിക്കുമ്പോൾ അവിടെ നിഴലുണ്ടാവുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുവാണ് ഗ്ലാസ് ഷീറ്റ്. എന്നാൽ അതിൽ പോലും വക്കുകളിൽ നേർത്ത നിഴല് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ ഉരച്ച ഗ്ലാസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് വേറൊരു പേരുണ്ട്, ഗ്രൗണ്ട് ഗ്ലാസ് എന്ന്. ഇനി നോക്കിക്കേ, എല്ലാ ഖരവസ്തുക്കളും അദാര്യങ്ങളല്ല. എല്ലാ ഖരവസ്തുക്കളും അദാര്യങ്ങളല്ല. പിന്നെ ടെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്, സുതാര്യങ്ങളായ ദ്രാവകങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജലം ഒരു സുതാര്യ ദ്രാവകമാണ്. അതുപോലെ തന്നെ അദാര്യ ദ്രാവകങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കരിയോയിൽ പോലുള്ളവ അദാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? ദ്രാവകങ്ങളിൽ അർദ്ധധാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അർദ്ധധാര്യ ദ്രാവകങ്ങൾക്ക് ഉദാഹരണമാണ് എള്ളെണ്ണ, തേൻ എന്നിവ. പിന്നെ ചോദിച്ചേക്കുന്നത് എന്താണ്? വാതകങ്ങൾ പൊതുവെ സുതാര്യങ്ങളല്ലേ? സുതാര്യ വാതകങ്ങളാണ് വായു, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഓക്കെ, മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ് ആണ്, അദാര്യ വസ്തുക്കൾക്ക് നിഴലുണ്ടാക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെ നിഴൽ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കളികളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ശരി, നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് നോക്കുന്നില്ല. അടുത്ത പോയിന്റ് നോക്കാം. നോക്കിക്കേ, ആകാശഗോളങ്ങൾക്കും നിഴലുകൾ. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ. പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗം എന്താണ്? പകലാണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? രാത്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഭൂമി ഒരു അദാര്യ വസ്തു ആയതുകൊണ്ടല്ലേ പ്രകാശം പതിക്കുന്നതിന്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ ഇരുട്ടിന്റെ കാരണം എന്താ? ഭൂമി പ്രകാശത്തെ തടയുന്നതാണ്. അദാര്യ വസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയും. നോക്കിയേ, സൂര്യനെ വലം വയ്ക്കുന്ന ചില ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ കണ്ടില്ലേ? ഈ നിഴൽപാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എങ്ങനെയാണ്? എതിർദിശയിലായിരിക്കും. ഇനി നോക്കിക്കേ, അപൂർവമായി ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട്. അതിനെന്താ പറയുന്നത് നോക്കാം. നോക്ക്, അപൂർവമായി ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട്. ഇനി നോക്കിക്കേ, ആകാശഗോളത്തിന്റെ നിഴൽപാതയുടെ നീളമനുസരിച്ച് സമീപത്തുള്ള ഗോളങ്ങളിൽ മാത്രമേ ഗ്രഹണങ്ങൾ സംഭവിക്കുന്നുള്ളൂ. ഭൂനിഴലിന്റെ നീളം ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ വരുന്നതുകൊണ്ടാണ്
3,84,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രൻ മറയ്ക്കപ്പെടുന്നത്. ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. എന്താണ്? ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ സൂര്യനെ സെന്ററിൽ കാണിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം എല്ലാ ഗ്രഹങ്ങളിലും എത്തുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? ഇരുട്ടാണ് കാണുന്നത് അല്ലേ? നിഴല് വന്ന് ഗ്രഹങ്ങളില് പതിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ ഇരുട്ടും ഇപ്പുറത്തെ സൈഡിൽ എന്താണ്? പ്രകാശവുമാണ് കാണുന്നത്. ഇനി നോക്കാം, സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും. എന്താണ്? സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. അപ്പോൾ ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കും. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കില്ല. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതാണ് സൂര്യഗ്രഹണം. ഓക്കെ, കണ്ടോ? സൂര്യനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ചന്ദ്രൻ, ഭൂമി, അവർ രണ്ടും നേർപാതയിലാണ്. അതായത് 3 പേരും എന്താണ്? നേർരേഖയിലാണ് വരുന്നത്. അപ്പൊ ചന്ദ്രന്റെ നിഴല് ഭൂമിയിലേക്ക് അടിക്കുന്നു. ഓക്കെ, നോക്കിക്കേ, സൂര്യഗ്രഹണത്തിന്റെ ചിത്രമാണ് കാണിച്ചേക്കുന്നേ. വിവിധ രീതികളിൽ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണങ്ങൾ. പൂർണ്ണ സൂര്യഗ്രഹണമുണ്ട്, വലയ സൂര്യഗ്രഹണമുണ്ട്, ഭാഗിക സൂര്യഗ്രഹണമുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ചന്ദ്രഗ്രഹണമാണ്. നോക്കിക്കേ, എന്താ പറയുന്നതെന്ന്. സൂര്യഗ്രഹണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നാം കണ്ടു. എന്നാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നാ നോക്കുക. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കത്തില്ല. അതാണ് ചന്ദ്രഗ്രഹണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സൂര്യനെ കാണിച്ചിട്ടുണ്ട്. പിന്നെന്താ കാണിച്ചേക്കുന്നേ? സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ വന്നു തട്ടുന്നു. അപ്പോ എന്താണ്? ചന്ദ്രൻ ആ സമയങ്ങളിൽ വിവിധ സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. കണ്ടോ? ഈ ഭാഗത്ത് ചന്ദ്രനെ എന്താണ്? ഭൂമിയുടെ നിഴല് പൂർണ്ണമായിട്ടും മറയ്ക്കുന്നു. ഓക്കെ, നോക്കിക്കേ, ഗ്രഹണ നിരീക്ഷണം. ചന്ദ്രഗ്രഹണ സമയത്ത് പൂർണ്ണചന്ദ്രനിൽ പതിക്കുന്ന ഭൂമിയുടെ നിഴൽ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. നോക്ക്, സൂര്യഗ്രഹണത്തെ ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തൊക്കെ ഉപയോഗിച്ചാണ്? സൂര്യ ഫിൽട്ടറുകൾ ഉപയോഗിച്ചോ പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാനാവൂ. ഇതാ ഇവിടെ ചിത്രം കാണിച്ചേക്കുന്നത് നോക്കിക്കേ. സൂര്യഗ്രഹണം സുരക്ഷിത നിരീക്ഷണ മാർഗങ്ങൾ. സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ അല്ലാതെയുള്ള സൂര്യഗ്രഹണ നിരീക്ഷണം കണ്ണിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നീ ഉപകരണങ്ങളിലൂടെ എന്തോ ചെയ്യല്ല? സൂര്യനെ നോക്കരുത്. ശരി. ഗ്രഹണം, സന്തരണം, ഭേദനം. ഒരു നഭോഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിയുന്ന മനോഹരമായ ഗ്രഹണങ്ങൾക്ക് പുറമെ സന്തരണം, ഭേദനം എന്നിങ്ങനെ ചില ആകാശ പ്രതിഭാസങ്ങൾ കൂടിയുണ്ട്. സന്തരണം. ശാസ്ത്രലോകം വളരെ പ്രാധാന്യത്തോടെ നിരീക്ഷിച്ചു വരുന്ന ഒരു ആകാശ പ്രതിഭാസമാണ് ശുക്രസന്തരണം. ശുക്രൻ സൂര്യമുഖത്തിലൂടെ കറുത്ത പൊട്ടുപോലെ കടന്നുപോകുന്ന കാഴ്ചയാണ് ശുക്രസന്തരണം. ഒട്ടേറെ പഠനങ്ങൾക്ക് ഈ പ്രതിഭാസം മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വലിയ പ്രകാശസ്രോതസ്സിന് മുന്നിലൂടെ ഒരു ചെറിയ ആകാശഗോളം കടന്നുപോകുമ്പോൾ അതിവിദൂരതയിൽ നിന്നും നോക്കുന്നവർക്ക് കാണുന്ന കാഴ്ചയാണ് സന്തരണം. ബുധ-ശുക്ര സന്തരണങ്ങൾ മാത്രമേ ഭൂമിയിൽ നിന്ന് കാണാനാവൂ. ഭൂമി സന്തരണം കാണാൻ ചൊവ്വ, വ്യാഴം, ശനി തുടങ്ങിയ ബാഹ്യഗോളങ്ങളിൽ നിന്ന് വീക്ഷിക്കണം. അടുത്തത് ഭേദനം. ഭൂമിയുടെ സമീപത്തുള്ള ചന്ദ്രൻ ചിലപ്പോഴൊക്കെ വിദൂരങ്ങളായ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കാറുണ്ട്. ഇതാണ് ഭേദനം. സമീപത്തുള്ള ചന്ദ്രൻ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ താരതമ്യേന വലുതായി കാണുന്നതിനാലാണ് ഈ പ്രതിഭാസം ദൃശ്യമാകുന്നത്. വൃദ്ധിക്ഷയങ്ങൾ. ഏറെ കൗതുകത്തോടെ നാം കാണുന്നതാണല്ലോ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ. ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് മൂലം പരിക്രമണപാതയിൽ ഓരോ ദിവസവും ചന്ദ്രൻ വ്യത്യസ്ത സ്ഥാനത്തായിരിക്കുമല്ലോ.
ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് ചന്ദ്രന്റെ വെളിച്ചമേൽക്കുന്ന ഭാഗത്തിന്റെയും വെളിച്ചമേൽക്കാത്ത ഭാഗത്തിന്റെയും കാഴ്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് വൃത്തിക്ഷയങ്ങൾ. ഏതൊരു സൗരയൂഥ ഗോളത്തിനും സൂര്യപ്രകാശം ഏൽക്കുന്ന അർദ്ധഭാഗവും സൂര്യപ്രകാശം ഏൽക്കാത്ത ഇരുണ്ട മറുഭാഗവും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന അർദ്ധഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് വെളുത്ത വാവ്. അതേസമയം സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്ന ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് കറുത്ത വാവ്. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം ചന്ദ്രപരിക്രമണം മുഖേന എപ്പോഴും മാറി വരുന്നുണ്ടെന്ന് നാം ഓർക്കണം. ചന്ദ്രനിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം ചന്ദ്രപരിക്രമണം മുഖേന എപ്പോഴും മാറി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചന്ദ്രന്റെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തിന്റെ പകുതിയും ഏൽക്കാത്ത ഭാഗത്തിന്റെ പകുതിയും ഭൂമിയിൽ നിന്ന് ഒരേ സമയം കാണുന്നതാണ് നാം കാണുന്ന അർദ്ധചന്ദ്രൻ. ചന്ദ്രന്റെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്തിന്റെ പകുതിയും ഏൽക്കാത്ത ഭാഗത്തിന്റെ പകുതിയും ഭൂമിയിൽ നിന്ന് ഒരേ സമയം കാണുന്നതാണ് നാം കാണുന്ന അർദ്ധചന്ദ്രൻ. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. ശരി, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.